കാരണം ഒരു രക്ഷയില്ല. തമർ മാജിക് എന്ന് പറയാം. ആസ്വികയുടെ ഫീലിങ്സ് ഒരു എന്താ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ച്. ലാഗുണ്ടോ? ഇല്ലല്ല, നല്ല പടം. കുഴപ്പമില്ല, ഒരു ഫാമിലി മൂവി. മോശമല്ല, എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നല്ല ഫാമിലി പടമായിരുന്നു. ഫീൽ ഗുഡ് മൂവിയാണ്, എന്തായാലും കാണണം. ഭയങ്കര ഇമോഷണലാണ് കാര്യം. അതായത് ആസിഫ് അലിയുടെ രംഗങ്ങളും ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല, വളരെ മനോഹരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും, രണ്ട് ഫാമിലി നമ്മളെ കണക്റ്റഡും. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അമ്മയോണ്ട് മാത്രമായിരിക്കത്തില്ലല്ലോ. ഒരു നല്ല അടിപൊളി ഒരു മൂവി. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലതാണ്, നല്ല സിനിമയാണ്, ഫാമിലി മൂവിയാണ്. ആസിഫലിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അറിയത്തില്ല, പക്ഷെ കൊള്ളാം, മൂവി കൊള്ളാം. നല്ല മൂവിയാണ്, കണ്ടിരിക്കാം. ഫാമിലി മൊത്തമായിട്ട് കാണുന്ന ഒരു കുടുംബ കഥയാണ്. തീർച്ചയായും കരഞ്ഞു പോകുന്നൊരു പടമാണ്. സർക്കിട്ട് എനിക്കൊരു നല്ല സിനിമ ആയിട്ടാണ് ഒരു ഫീൽ ഗുഡ്, ഒരു നോർമൽ സിനിമ. ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ചിലർ പേരൻറ്റിങ്ങിനെ പറ്റിയിട്ടും അതിനെക്കുറിച്ചുള്ള ഈ സിനിമ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും മനസ്സിൽ നിന്നൊന്നും കരഞ്ഞു. ഒരു പേരൻറ്റിങ്ങിന് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടെ ആവണമെന്ന് തോന്നി. ക്ലൈമാക്സ് ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫും ഓക്കെ, പക്ഷേ ക്ലൈമാക്സ് വന്നിട്ട് നല്ല റീച്ച് ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ക്ലൈമാക്സ് നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. ആസിഫിക്ക സൂപ്പറായിരുന്നു, ഒർഹാനും സൂപ്പറായിരുന്നു. അതെ, കണ്ണു നിറയിച്ചു, ശരിക്കും കരഞ്ഞു പോയി. ഇപ്പോഴും ആ ഒരു ത്രില്ലിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു മോശമൊന്നും പറയാൻ പറ്റത്തില്ല, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നല്ല പടം, നല്ല പടം. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആവുന്ന ഒരു ഫിലിമാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ ഫിലിമാണ്. എന്തായാലും ഫാമിലി ഓഡിയൻസിനും കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആസ്വികയുടെ ഒരു നല്ല പ്രസന്റ്, ബാഡ് പാരന്റിങ്ങിനെതിരെയുള്ള ഒരു ഗംഭീര പ്രകടനമായിരുന്നു. ഫീൽ ഗുഡ് ഡ്രാമയാണ്. ആസ്വികയുടെ ആണെങ്കിലും കുട്ടിയുടെ ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത്?